നാളെയാണ് നീറ്റ്. ഒരു വർഷത്തെ കാത്തിരിപ്പാണ് നാളെ നടക്കാൻ പോകുന്നത്. അപ്പോ നാളത്തെ ദിവസത്തിന് വേണ്ടി നമ്മൾ കുറച്ചൊക്കെ ഒരുങ്ങേണ്ടതുണ്ട്. നീറ്റിന്റെ ഡ്രസ് കോഡിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പലരും നിങ്ങളെ പേടിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ പേടിക്കേണ്ടതില്ല. നീറ്റ് എക്സാമിന് വേണ്ടി NTA പുറത്തുവിട്ട ഡ്രസ് കോഡ് വളരെ സിമ്പിൾ ആണ്. അപ്പോൾ അതിൽ ഒന്നാമത്തേത്, അധികം പ്രിന്റുകളോ വർക്കുകളോ പോക്കറ്റുകളോ ഉള്ള വസ്ത്രം ധരിക്കാതെ ശ്രദ്ധിക്കുക. ഏറ്റവും സിമ്പിളായ വസ്ത്രം മാത്രം ധരിക്കുക. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, ബെൽറ്റ്, വാച്ച്, മെറ്റൽ വർക്കുകളുള്ള വസ്ത്രങ്ങൾ ഇതൊന്നും നമ്മൾ ധരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ ഷൂസുകളോ ഫുള്ളി കവർ ചെയ്ത ചപ്പിൾസുകളോ ധരിക്കരുത്. സിമ്പിളായ ചപ്പിൾസ് മാത്രം ധരിക്കുക. ഫുൾ സ്ലീവ് ഡ്രസ്സ് ധരിക്കുന്നത് കൊണ്ടോ ഹിജാബ് ധരിക്കുന്നത് കൊണ്ടോ യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ അങ്ങനെ ധരിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ, അഥവാ 1 മണിക്കൂർ മുമ്പ് എക്സാം സെന്ററിൽ എത്തിയിട്ട് അവിടെ പരിശോധനയ്ക്ക് വിധേയമാകാം. സോ ഡ്രസ് കോഡിനെ കുറിച്ച് നിങ്ങൾ ഇത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. NTA ഡ്രസ് കോഡ് പറഞ്ഞത് നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നല്ല റിലാക്സ് ചെയ്ത് മൈൻഡ് റീഫ്രഷ് ചെയ്ത് അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ. ഓൾ ദ ബെസ്റ്റ്.